നമസ്കാരം. ഞാനിന്ന് നിൽക്കുന്നത് കോർക്കിലെ ബിഷപ്സ് ടൗണിലുള്ള സ്പൈസ് ടൗൺ എന്ന ഏഷ്യൻ സ്റ്റോറിലാണ്. അയർലൻഡിലുള്ള ഏഷ്യക്കാർ തങ്ങളുടെ നാടൻ വിഭവങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഷോപ്പുകളെയാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഈ ഷോപ്പിൻ്റെ ഓണറെ പരിചയപ്പെടാം. ഹലോ ചേട്ടാ, നമസ്കാരം. നമസ്കാരം. ഞാൻ പേര് ഷെറി. ഇവിടെ വന്നിട്ട് 2005 വന്നതാണ്. അപ്പം കട തുടങ്ങിയിട്ട് ഇപ്പോൾ 10-17 വർഷം കഴിഞ്ഞു. ഇവിടുത്തെ തന്നെ കോർക്കിലെ ആദ്യത്തെ ഏഷ്യൻ ഷോപ്പാണ്. മലയാളി ഷോപ്പ് എൻ്റെ ആയിരുന്നു. ഇവിടെ എന്തൊക്കെ ഐറ്റംസ് ചേട്ടാ ഉള്ളത്? കടകളിലെല്ലാം നമ്മുടെ നാടൻ എല്ലാ സാധനങ്ങളും ഉണ്ട്. പച്ചക്കറികൾ, ഫ്രഷ് പച്ചക്കറി ഉണ്ട്. അതുപോലെ മീറ്റ് ഉണ്ട്. നമുക്ക് മീറ്റ് അവൈലബിൾ ആണ്. എല്ലാ ഗ്രോസറീസും അവൈലബിൾ ആണ്. ഫ്രോസൺ റെഡി ടു ഈറ്റ് ഐറ്റംസ് എല്ലാം അവൈലബിൾ ആണ്. നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന എല്ലാ സാധനങ്ങളും നമ്മുടെ ഏഷ്യൻ, നമ്മുടെ മലയാളി മാത്രമല്ല, എല്ലാ ഏഷ്യൻ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ്. അതുപോലെ ഫിഷും മീറ്റ് പ്രൊഡക്ട്സും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഫ്രഷ് ഫിഷ് ആണെങ്കിൽ എല്ലാ ചൊവ്വാഴ്ചയും ഫ്രഷ് ഫിഷ് ഉണ്ടായിരിക്കും. നമ്മുടെ നാട്ടിൽ നിന്നുള്ള മീനുകളൊക്കെ ഉണ്ട്. ഫ്രഷ് മീറ്റ് എല്ലാ ദിവസവും അവൈലബിൾ ആണ്. തിങ്കളാഴ്ച മാത്രം അവധിയാണ്, ബുച്ചർ സെക്ഷൻ അവധിയാണ്. ബാക്കി എല്ലാ ദിവസവും അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് ഒരു ബ്രാഞ്ചുണ്ട്, മാലോയിൽ ഒരു ബ്രാഞ്ചുണ്ട്. അടുത്ത മാസം നമ്മൾ പുതുതായിട്ട് ബാലൻകോളിക്കിൽ ഒരെണ്ണം ഓപ്പൺ ചെയ്യുന്നു. ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കെ ചേട്ടാ, താങ്ക് യു. ഹായ്. ഹലോ, ഞാൻ അയർലൻഡിലെ കോർക്ക് ബേസ് ചെയ്ത് ഹോം മെയ്ഡ് കേക്ക്സ് സെല് ചെയ്യുന്നുണ്ട് കേട്ടോ. ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ് ഒന്നും ആഡ് ചെയ്യാതെ നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള ഹാൻഡ് മെയ്ഡ് കേക്ക്സ് ആണ്. എല്ലാ ഒക്കേഷൻസിനും ആപ്റ്റ് ആയിട്ടുള്ള കേക്ക്സ് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ കേക്ക്സും ഐറിഷ് കേക്ക്സും ചെയ്യുന്നുണ്ട്. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ പേര് ക്രേവി മഞ്ച് എന്നാണ്. ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം. താല്പര്യമുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്യും കേട്ടോ. ഞാൻ ഉണ്ടാക്കിയ കേക്ക്സിൻ്റെ പിക്ചേഴ്സാണ് ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കുന്നത് കേട്ടോ. താങ്ക് യു. ചേട്ടാ നമസ്കാരം. പേരെന്താ ചേട്ടൻ്റെ? എൻ്റെ പേര് നിതീഷ്. ഇവിടെ എത്ര നാളായി? ഞാൻ വന്നിട്ടൊരു 2-2.5 കൊല്ലമാകുന്നു. നാട്ടിലെവിടെയാണ്? നാട്ടിൽ കോട്ടയം. ഓക്കെ. ചേട്ടാ എന്തൊക്കെ ഐറ്റംസ് വെജിറ്റബിൾസിലുള്ളത്? നമുക്കിപ്പം ഇതുണ്ട്, നമ്മുടെ നാടൻ പയറുണ്ട്. പിന്നെ ഇത് ഫിലിപ്പീൻസിൻ്റെയാണ്, മോർണിംഗ് ഗ്ലോറി എന്ന് പറയും, ഫിലിപ്പീൻസിൻ്റെയാണ്. ഓക്കെ. അതൊരു പിന്നെ നമുക്ക് എല്ലാം പ്രിയപ്പെട്ട വെക്കാനും ചേർക്കാനുള്ള സാധനങ്ങളാണ്. ഡ്രം സ്റ്റിക്ക് ലീഫ്, മുരിങ്ങയില. പിന്നെയുള്ളത് നമ്മുടെ ഫിലിപ്പീൻസ് യൂസ് ചെയ്യുന്നത് ചൗ എന്ന് പറയുന്ന സാധനമാണ്. പിന്നെ നമ്മുടെ വെണ്ടയ്ക്കയുണ്ട്, നെല്ലിക്ക, തക്കാളിയുണ്ട്, കപ്പളങ്ങ, പച്ചപ്പപ്പായ, അതുപോലെ തന്നെ അവർജീന്, വഴുതനങ്ങ, എല്ലാം നമ്മുടെ ബജ്ജി ഉണ്ടാക്കാനുള്ള മുളകുണ്ട്. ഇത് പറഞ്ഞാൽ നമ്മുടെ ചില്ലി എന്ന് പറഞ്ഞ പയർ, ഗുവാർ ബീൻസ് എന്നാണ് ഞാൻ അറിയുന്നത്. പലയിടത്തും പല പേരായിരിക്കും. പിന്നെ നമ്മുടെ കുമ്പളങ്ങ, ആഷ്കാട്, നാടൻ വെള്ളരി, പാവയ്ക്കയാണ്, നല്ല കൈപ്പയ്ക്ക. അതുപോലെ തന്നെ നമ്മുടെ കോവയ്ക്കയുണ്ട്. നല്ല ഫ്രഷ് ബുധനും വ്യാഴമാണ് നമുക്ക് നല്ല ഫ്രഷായിട്ടുള്ള വെജിറ്റബിൾ വരുന്നത്. എല്ലാം വന്ന് കാര്യങ്ങളൊക്കെ. പച്ചമാങ്ങയുണ്ട്, പച്ചമാങ്ങ. പിന്നെ നമ്മുടെ മൂലിയുണ്ട്. മൂലി നോർത്ത് ഇന്ത്യൻസിൻ്റെ മെയിൻ ആണ്. അതുപോലെ നമ്മുടെ ബീട്രൂട്ട്, ലോക്കി, ബോട്ടിഗാർഡ്, പിന്നെയുള്ള ഫ്രൂട്ട്സ് ഐറ്റംസ് ആണ്. അത് നമ്മുടെ നാടൻ പഴമുണ്ട്, നാടൻ ഏത്തയ്ക്ക, അതുപോലെ നമ്മുടെ ജാക്ക് ഫ്രൂട്ട്, ചക്ക, പപ്പായ ഫ്രൂട്ടുണ്ട്. അതുപോലെ നമ്മുടെ കസ്റ്റർഡ് ആപ്പിള്, പേരയ്ക്ക ഉണ്ട്. ഇത്
പിന്നെ ടർമറിക്കുണ്ട്, ഫ്രഷ് ടർമറിക്കാണ്. പിന്നെ തായ് ചില്ലിയാണ്, റെഡ് ചില്ലി, നല്ല എരിവുള്ള ചില്ലിയാണ്. അതുപോലെ നമ്മുടെ നാടൻ മത്തങ്ങ, നമ്മൾ സ്വീറ്റ് പൊട്ടറ്റോ, ചേനയുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി, അങ്ങനെയുള്ള ഇത് റെഡാണ്. റെഡ് സ്വീറ്റ് പൊട്ടറ്റോ. നമ്മുടെ ചേമ്പ്, നാട്ടിൽ നിന്നൊക്കെ വന്ന ചേമ്പുകളുണ്ട്, ആർമി, ഇതൊക്കെയാണ്. പിന്നെ ഇത് കറിനാരങ്ങ, ഇതൊക്കെ നാരങ്ങയാണ്, ചെറിയ കറി വെക്കാനുള്ള നാരങ്ങ. പിന്നെ നമ്മുടെ ചപ്പിയൊക്കെ കപ്പ നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് വരുന്നതാണ്. ഓക്കെ. കപ്പകൾ ഇതിന്റെ ഫ്രോസൺ അവൈലബിൾ ഉണ്ട്. ഫ്രോസൺ അവൈലബിൾ ഉണ്ട്. ഫ്രഷ് കപ്പയാണ്, ഫ്രഷായിട്ടുള്ള കപ്പ. നമസ്കാരം. എന്നാണ് പേരെന്നാ? എൻ്റെ പേര് സിനു ജോൺസൺ. നാട്ടിലെവിടെയാ? ഞാൻ പത്തനംതിട്ടയാണ്. ഓക്കെ. ഇവിടെ എത്ര നാളായി? ഇവിടെ ഇപ്പോൾ ഞാൻ 2 വർഷമായി വന്നു. അയർലൻഡിൽ വന്ന 2 വർഷമായി. ഷോപ്പിൽ ഞാൻ 1.5 വർഷം. ഓക്കെ. ചക്ക വളരെ റയർ ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണല്ലേ? ഇന്നലെ ആയിരുന്നു വന്നിരുന്നത്. ഓക്കെ. അപ്പം ഒരെണ്ണോട് ഇനിയുണ്ട്. ഇത് ഒരെണ്ണം തീർന്നു. ഇത് കൊറിയാണ്ടർ ലീവ്സ് ആണ്, നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നതാണ്. അതുപോലെ തന്നെ മിൻറ്റ്, പിന്നെ നമ്മുടെ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട സാധനമാണ് കറിവേപ്പില, പിന്നെ ഡ്രം സ്റ്റിക്ക്, പിന്നെ അതുപോലെ തന്നെ മേത്തി ലീവ്സ്, പിന്നെ ഇത് ഫിനാഷാണ്, ഇത് സാഗെന്ന് പറയും സാധനം. അതുപോലെ തന്നെ ഇത് ദില്ല്, അറബികളൊക്കെ യൂസ് ചെയ്യുന്ന സാധനമാണ് ദില്ല്. വെറ്റിലയൊക്കെ ഉണ്ടല്ലേ? വെറ്റിലയുണ്ട്. നമുക്ക് പൂജ ആവശ്യങ്ങൾക്കൊക്കെ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. പൂജ സാധനങ്ങളൊക്കെ ഉണ്ട് നമുക്ക്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. കൊടുത്തി നമ്മളവർ കൊടുക്കുന്നതാണ്. ഓക്കെ. വീട് കയറിത്താമസം അങ്ങനെയുള്ള സാധനത്തിനൊക്കെ പൂജ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം ഒരാൾക്ക് മുറുക്കണമെന്ന് തോന്നിയാൽ പോലും അങ്ങനെ ചെയ്യാം, അങ്ങനെ ആവശ്യമുള്ളവർക്ക് ചെയ്യാൻ ചെയ്യാം. ഓക്കെ. കൂടുതൽ ഇതാണ്. എന്തൊക്കെ അരി ഐറ്റംസ് ഇവിടെയുള്ള? നമുക്ക് മട്ട റൈസ് എല്ലാം വന്നിട്ടുണ്ട്. മട്ട നമുക്ക് ഇന്ത്യൻ ഷെഫ് ഉണ്ട്. അതുപോലെ തന്നെ മയിലിൻ്റെ പുതിയ വന്നിട്ടുണ്ട്. അതുപോലെ ജയ റൈസ് നിർമ്മലിൻ്റെ വന്നിട്ടുണ്ട്. ഇതെല്ലാം 10 കിലോ 10 കിലോ പാക്കറ്റാണ്. മട്ട റൈസ് എല്ലാം നമുക്ക് വരുന്നത് അവൈലബിൾ ആയിട്ടുള്ളത് 10 കിലോ ആണ്. ഓക്കെ. പിന്നെ ഉള്ളത് ബസുമതി റൈസ് ഉണ്ട്, അത് പല ബ്രാൻഡിലുള്ളതുണ്ട്. പിന്നെ സോനാ മസൂരി റൈസ് ഉണ്ട്. പിന്നെ ഫിലിപ്പീൻസിൻ്റെ തായ് 5A എന്ന് പറഞ്ഞ റൈസ് ഉണ്ട്. ബസുമതി ഇന്ത്യൻ ഷെഫ് ഉണ്ട്. പൊന്നി റൈസ് ഉണ്ട് നമുക്ക്. ഇഡലി റൈസ്, പച്ചരി, അങ്ങനെ റൈസ് എല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഹലോ ചേട്ടാ, നമസ്കാരം. ഹലോ, ഹായ്. ഹായ്. ചേട്ടൻ്റെ പേരെന്നാ? എൻ്റെ പേര് ബൈജു. ഇവിടെ എത്ര നാളായി? ഞാനിവിടെ 5 വർഷമായി. ഓക്കെ. ഷോപ്പിൽ തന്നെ 4 വർഷമായി. ഓക്കെ. നാട്ടിൽ എവിടെയാണ്? ഞാൻ നാട്ടിൽ കോതമംഗലം. ഓക്കെ. ഇവിടെ ഈ സെക്ഷനിൽ എന്തൊക്കെയാ ഐറ്റംസ് ഉള്ളത്? ഈ സെക്ഷനിലുള്ളത് നമുക്ക് ഈ റാക്കിലുള്ളത് നമുക്ക് കേരളത്തിലെ പ്രമുഖ ബ്രാൻഡുകളുടെ കറി മസാലകളുണ്ട്, കറി പൗഡറുകളുണ്ട്, ലെൻറ്റിൽസ് ഉണ്ട്, പയറ്, പരിപ്പ്, കടല, അങ്ങനെയെല്ലാം വരും. ഹൽദിറാമിൻ്റെ എല്ലാവിധ സ്നാക്സും നമുക്ക് അവൈലബിൾ ആണ്. അതായത് കാശ്മീരി മിക്സർ, മദ്രാസ് മിക്സർ, അതുപോലെ കേരള മിക്സർ, ചണദാൽ, ബൂന്തി മസാല, പഞ്ചാബി തടുക്ക, മീറ്റ് മാതളി, അതുപോലെ തന്നെ ചപ്പിയാക്കോ ചിപ്സ് റൗണ്ട്, സ്പൈസി,
ടപ്പിയാക്കോ ചിപ്സ്, നോർമൽ, ടോപ്പിക്ക റൗണ്ട്, കേരള മിക്സ് ഹോട്ട്, അതുപോലെ തന്നെ നമുക്ക് എക്സ്ട്രാ ഹോട്ട് മിക്സർ, പിന്നെ ആണെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് ഈ വിശ്വാസിൻ്റെ മെയിനായിട്ട് നല്ല 400 ഗ്രാമിൻ്റെ വിശ്വാസിൻ്റെ ബനാന ചിപ്സ് അവൈലബിൾ ആണ്. ഡ്രിങ്ക്സ് നമുക്ക് എല്ലാ തരത്തിലുള്ള ഇതൊക്കെ ഫിലിപ്പീൻസിൻ്റെ സാധനങ്ങളാണ്. ഫിലിപ്പീൻസിൻ്റെ മോഗു അത് പല ഫ്ലേവറുകളിലുണ്ട് നമുക്ക്. അതുപോലെ തന്നെ ലിച്ചിയുടെ ഉണ്ട്, മാംഗോ ഉണ്ട്, പോംഗ്രാനൈറ്റ് ഉണ്ട്, ടമറൻഡ് ഉണ്ട്, നമ്മുടെ പുളിയുടെ ബബിൾ ടീ, മിൽക്ക് ടീ, അങ്ങനെ ഗുവ, അങ്ങനെ എല്ലാ പല വെറൈറ്റികളും. മോൺസ്റ്ററിൻ്റെ ഇത്, മാൾട്ട, ഇതെല്ലാം നമ്മുടെ ആഫ്രിക്കൻസിൻ്റെ ഡ്രിങ്കുകളാണ്. മാൾട്ട, ജിഞ്ചർ ബിയർ, മാംഗോ ഐറ്റംസ്, ഗുവ, ലെമൺ, ജിഞ്ചർ, ഇതൊക്കെയാണ് നമുക്ക്. പിന്നെ ബാർബിക്കൻ ഡ്രിങ്കുകൾ, ഗുവയുടെ ജ്യൂസുകൾ എല്ലാം ഉണ്ട്. സ്നാക്സുകളെല്ലാം അവൈലബിൾ ആയിട്ടുണ്ട്. ക്യാബേജ് വടയുണ്ട്, അതുപോലെ തന്നെ പരിപ്പ് വട, ഇടിയപ്പം, ഇഡലി വിത്ത് സാമ്പാർ ചട്നി ഉള്ളതുണ്ട്, സ്പിനാച്ച് വടയുണ്ട്. പിന്നെ എല്ലാവർക്കും വേണ്ട കറിക്കാണെങ്കിലും കേരള ഫിഷ് കറി ഉണ്ട്, കേരള ഫിഷ് കറി. അതുപോലെ തന്നെ ഫിഷ് കട്ട്ലേറ്റ്, നമുക്ക് ഉഴുന്നുവട, ഏത്തക്കാപ്പം ഉണ്ട്. ചപ്പാത്തിയാണ്, കേരളയുടെ ചപ്പാത്തി ഉണ്ട്. അതുപോലെ തന്നെ പൊറോട്ട, കാണിക്കണേ. നമ്മുടെ വിശ്വാസിൻ്റെ പൊറോട്ടയാണ്. റെസ്റ്റോറൻറ്റ് എണ്ണം ഉണ്ടോ അതിനകത്ത്? ഇതൊരു 2 കിലോയുടെ അടുത്തുണ്ട്. 2 കിലോ. ഈ 20 നമ്പേഴ്സാണ് കാണേണ്ടത് സാധാരണ. അതുപോലെ തന്നെ മലബാറിൻ്റെ ID പൊറോട്ട ഉണ്ട്, ID പൊറോട്ട. പിന്നെ ഉള്ളത് ഡെയിലി ജില്ലേറ്റിൻ്റെ വീറ്റ് പൊറോട്ടയാണ്, വീറ്റാണ്. അതുപോലെ തന്നെ കേരയുടെ തന്നെ അവരുടെ തന്നെ ചെറിയ ടൈപ്പ് ഇറക്കിയിട്ടുണ്ട്, 6 എണ്ണത്തിൻ്റെ 6 ചെറിയ പാക്കറ്റാണ്. പിന്നെ വിശ്വാസുകാർ തന്നെ അതിൻ്റെ തന്നെ വീറ്റ് ഇറക്കിയിട്ടുണ്ട്, വീറ്റ് പൊറോട്ട വിശ്വാസിൻ്റെ. ഡെയിലി ഡിലേറ്റിൻ്റെ ചപ്പാത്തി ഉണ്ട്, ഡെയിലി ഡിലേറ്റ് ചപ്പാത്തി പാക്കറ്റാണ്. ഇപ്പോൾ കപ്പയാണ്, കപ്പ ഫ്രോസൺ കപ്പയാണ്. എത്ര റേറ്റ് ആണ് കേട്ടോ? ഇതിപ്പം അവർ 908 ഗ്രാമാണ്. ഇതിപ്പം ഇത്ര കൂടെ ഉണ്ട്. ഇത് ഫ്രോസൺ ചെണ്ട കപ്പയാണ്. നമ്മുടെ പിന്നെ ഉള്ളത് സ്ലൈസ് ആയിട്ടുള്ള കപ്പ, നമ്മൾ വേവിക്കാനും കാര്യങ്ങളൊക്കെ ഉള്ളത് സ്ലൈസ് ആയിട്ടുള്ള കപ്പയാണ്. അതിന് തേങ്ങ, ഫ്രോസൺ തേങ്ങ ഉണ്ട്. നമുക്ക് ഫ്രോസൺ ഫിഷ് ഉണ്ട്, അവൈലബിൾ ആയിട്ടുള്ള ട്യൂണ, കറിക്കട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇതെല്ലാം ആലപ്പുഴ വരുന്ന സൈഡിൽ നിന്ന് വരുന്നതാണ്, നാട്ടിൽ നിന്ന് വരുന്നതാണ്. കിങ് ഫിഷാണ്, കിങ് ഫിഷ് ഉണ്ട്. പിന്നെ സെയിൽ ഫിഷ് കറിക്കട്ടുണ്ട്. അതുപോലെ തന്നെ മെർലിൻ ഫിഷ് കറിക്കട്ടുണ്ട്. അങ്ങനെയുള്ള നമ്മൾ മത്തിയാണ്. എല്ലാം ക്ലീൻ ചെയ്തുള്ള പാക്കറ്റാക്കി വെച്ചത്. ഇതെല്ലാം സോസുകളാണല്ലേ ഈ? അതെ, ഇതെല്ലാം സോസുകളാണ്. എല്ലാവിധ സോസുകളും നമുക്ക് അവൈലബിൾ ആണ്. ബനാന സോസ്, അതുപോലെ തന്നെ ചില്ലി സോസ്, ഗാർലിക് സോസ്, പിന്നെ അങ്ങനെയുള്ള എല്ലാവിധ സോസുകളും നമുക്ക്. പിന്നെ ഫിലിപ്പീൻസിൻ്റെ സോസുകൾ, ഒയ്സർ സോസുകൾ, അങ്ങനെയുള്ള പിന്നെ വിനാഗിരികൾ, വിനാഗർ, പിന്നെ ആണെങ്കിൽ ഫിഷ് സോസ്, അങ്ങനെയുള്ള എല്ലാവിധ സോസുകളും നമുക്കിവിടെ അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ ടാമറിൻ്റെ കുക്കിങ്ങിനുള്ള ടാമറിൻ്റെ സോസുകൾ, അങ്ങനെയുള്ള എല്ലാം അവൈലബിൾ ആണ്. മിൻറ്റ് സോസ്, ഗ്രീൻ ചില്ലി സോസ്, അതുപോലെ തന്നെ പ്ലം സോസ്, എല്ലാവിധ സോസുകളും നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ മാംഗോസ് ഒത്തിരി വെറൈറ്റി വരുന്നുണ്ട്. ഇത് പാകിസ്ഥാൻ മാംഗോ ആണ്, പാകിസ്ഥാൻ ഹണി മാംഗോ ആണ്. ഓക്കെ. ഇത് നമ്മുടെ ഇത് അൽഫോൺസോ മാംഗോ. ഓക്കെ. ഇതൊക്കെ കേസറാണ്, കേസർ മാംഗോ എന്ന് പറയും, കേസർ മാംഗോ. ഓക്കെ. എല്ലാ ഫ്രൂട്ട്സാണ്, ഇതിൻ്റെ വെറൈറ്റി ഐറ്റംസ് ആണ് ഇരിക്കുന്നത്. ഇതൊരു ബോക്സുകളാണ്. ഇത് ബോക്സ് ആണ്, ഇതൊരു ബോക്സ് ആയിട്ടാണ് കസ്റ്റമർക്ക് ബോക്സ് ആയിട്ടാണ് വിൽക്കുന്നത് അല്ലേ? ഇത് ബോക്സ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഇത് കിലോയ്ക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ. കിലോ ഇത് ഒരു ബോക്സ് ആയിട്ട് കൊടുക്കും. ഓക്കെ. ഇത് 3